Okay, good afternoon, everyone. First of all, thank you for being present here. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് സ്ട്രാഡൽ സ്ട്രാറ്റജിയാണ്. അതെന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഒരുപാട് ട്രേഡേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാഡൽ. ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ഒരു ഡെമോയും ഞങ്ങൾ കഴിഞ്ഞ പാസ്റ്റ് വീക്കിൽ നമ്മൾ അതിൻ്റെ ഒരു റിയൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കുണ്ടായ കോസ്റ്റും നമ്മുടെ മാർജിൻസും നമുക്ക് എത്ര PL ഉണ്ടായി എല്ലാം ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നതാണ്. അതിലിപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ പേരും പറയുന്ന കമൻറ്റാണ് ഹൈ ലോസ്, ഹൈ റിസ്ക്, ഹൈ മാർജിൻ. പക്ഷെ ഞാൻ പറയും കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജിയും പ്രോപ്പറായിട്ടുള്ളൊരു ഹെഡ്ജിങ്ങും കൊണ്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫർദറായിട്ട് നമുക്ക് സ്ട്രാഡൽ സ്ട്രാറ്റജിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ സ്ട്രാഡൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രേഡർ ഒരു സെയിം അണ്ടർലൈങ് അസറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ATM അറ്റ് ദ മണി സ്ട്രൈക്കിലെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒന്നെങ്കിൽ ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്ട്രാഡിൽ 2 ടൈപ്പാണ് വരുന്നത്. ലോങ് സ്ട്രാഡിലും വരും, ഷോർട്ട് സ്ട്രാഡിലും വരും. നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ അതൊരു ലോങ് സ്ട്രാഡിലാണ്, സെല്ല് ചെയ്യുകയാണെങ്കിൽ അതൊരു ഷോർട്ട് സ്ട്രാഡിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലോങ് സ്ട്രാഡിൽ രാജശ്രീ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, അതിനുശേഷം ഷോർട്ട് സ്ട്രാഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. Hello everyone, good afternoon. So today I am going to present about long straddle. Okay, and along with that I am explaining the advantage and disadvantage of long strangle, then when to take the long strangle. Then along with that I present a real trade which I have taken in last 2 weeks. So first is long straddle. ലോങ് സ്ട്രാഡിൽ ഈസ് എ ബൈയിങ് സ്ട്രാറ്റജി. ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ അതൊരു ബൈയിങ് സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാഡ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു ഓപ്ഷനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിഫ്റ്റി മുകളിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി താഴോട്ടോ ആ ഒരു മൂവ്മെൻറ്റിൽ മാത്രമാണ് നമ്മൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോഴും എൻ്റെ ഒരു നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് വളരെ നിഫ്റ്റി മേലോട്ട് പോകുമെന്നുള്ളൊരു വ്യൂവിലാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു ലോങ് കോൾ മേടിക്കും. അപ്പോൾ ഞാനങ്ങനെ ലോങ് കോൾ വാങ്ങിയതിന് ശേഷം നിഫ്റ്റി ഇറങ്ങിയാൽ എനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും. അവിടെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരുന്നു, അതുകൊണ്ട് ഞാനൊരു ലോങ് കോൾ വാങ്ങി. അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയാൽ എനിക്ക് അവിടെ ലോസ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ലോങ് സ്ട്രാഡിൽ ഇവിടെ നമുക്ക് ഈതർ സൈഡ് പോയാലും പ്രോഫിറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. കാരണം ഇവിടെ നമ്മൾ വാങ്ങുന്നത് ഒരു ATM കോൾ ഓപ്ഷനുമാണ്, ഒരു പുട്ട് ഓപ്ഷനുമാണ്. ഒരു കോൾ ഓപ്ഷനും വാങ്ങുന്നുണ്ട്, ഒരു പുട്ട് ഓപ്ഷനും വാങ്ങുന്നുണ്ട്. അതും സെയിം എക്സ്പയറിയിൽ സെയിം സ്ട്രൈക്കാണ് നമ്മൾ വാങ്ങുന്നത്. ATM സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റി ഏത് സ്പോട്ടിലാണോ നിൽക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 23,300 ആണെങ്കിൽ ആ സ്പോട്ടിൽ വരുന്ന ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും വാങ്ങുകയാണ് സെയിം സ്ട്രൈക്കിൽ സെയിം എക്സ്പയറിയിൽ വാങ്ങുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ഇതൊരു ഡെബിറ്റ് സ്ട്രാറ്റജി ആവാൻ കാരണം ഇവിടെ നമ്മൾ രണ്ടും വാങ്ങുന്നത് ഒരു പുട്ട് ഓപ്ഷനും കോളും വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രീമിയം കൊടുക്കണം, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. ഇവിടെ വാങ്ങുന്നത് ഒരു ATM പുട്ടുമാണ്, ATM കോളുമാണ് നമ്മൾ വാങ്ങുന്നത്. വെൻ ടു ടേക്ക്, എപ്പോഴാണ് ഈ ഒരു സ്ട്രാഡിൽ നമ്മൾ എടുക്കുന്നത്? യു എക്സ്പെക്ട് വോളറ്റിലിറ്റീസ് ഇൻക്രീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ വോളറ്റൈൽ മാർക്കറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാഡിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളൊരു പുട്ടും കോളും വാങ്ങുകയാണ്. പുട്ടിൻ്റെ പ്രീമിയം കൂടണമെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് നന്നായിട്ട് ഇറങ്ങണം, കോളിൻ്റെ പ്രീമിയം കൂടണമെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് നന്നായിട്ട് കയറണം. ഇതിനും ഈ രണ്ടും പുട്ടും കോളിൻ്റെയും പ്രീമിയം കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടത്തില്ല, ലോസ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ടൈം DK എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഓരോ സ്ട്രൈക്കിനും ഓരോ എക്സ്പയറി ഉണ്ട്. അപ്പോൾ എക്സ്പയറി അടുക്കും തോറും ഈ പ്രീമിയം കുറഞ്ഞു വരും. അപ്പോൾ ടൈം DK കാരണവും ഈ പറയുന്ന പോലെ പ്രീമിയംസ് വളരെയധികം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വോളറ്റൈൽ മാർക്കറ്റിൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാൻ പാടുള്ളൂ. കൂടുതലും ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്ന ഒരു മേജർ ഇവൻറ്റ് വരുന്ന സമയത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വളരെ ഒരു അൺസർട്ടനിറ്റിയാണ് ആ സമയത്ത്. ഏത് ഡിറക്ഷനിലോട്ട് മാർക്കറ്റ് പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഒരു നല്ല ഒരു ന്യൂസ് ആവാം, ഒരു ബാഡ് ന്യൂസ് ആവാം. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് ഒരു 500 പോയിൻറ്റ്സ് കയറാൻ ചാൻസ് ഉണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലോങ് സ്ട്രാങ്കിൾ എടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മളൊരു പുട്ടും കോളും വാങ്ങുകയാണ്. അപ്പോൾ മാർക്കറ്റ് കയറിയാൽ നമുക്ക് കോൾ സൈഡ് പ്രോഫിറ്റ് കിട്ടും, മാർക്കറ്റ് ഇറങ്ങിയാൽ പുട്ട് സൈഡ് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമ്മളിവിടെ ബൈ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര രൂപയാണോ ആ പുട്ടിനും കോളിനും കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്, ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ അതേസമയം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം മാർക്കറ്റ് ഏത് സൈഡിലോട്ട് കയറിയാലും നമ്മൾ ബൈ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് ആയതുകൊണ്ട് അൺലിമിറ്റഡ് പ്രോഫിറ്റാണ് ഇതിലുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് ലാർജ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ലാർജ് മൂവ്മെൻറ്റ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ടത്. പിന്നെ ഈ ഓപ്ഷൻസ് പ്രീമിയം ആർ നോട്ട് എക്സസീവ്ലി എക്സ്പെൻസീവ്. ഇപ്പം ഒരു നോർമൽ ഒരു അത്യാവശ്യം നോർമലായിട്ട് നിൽക്കുന്ന മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ATM സ്ട്രൈക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ഒരുപാട് കൂടുതലൊന്നുമല്ല. എന്നിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ ബൈ ചെയ്തിട്ട് പിന്നെ ഒരു ബിഗ് മൂവ് എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആ ഒരു ലോങ് കോളിൽ നിന്നോ അല്ലെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ ആ ഒരു പുട്ട് ഓപ്ഷനിൽ നിന്നോ നമുക്ക് കിട്ടുന്നതാണ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലോങ് സ്ട്രാഡൽ. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ബിഗ് മൂവ് ഏത് സൈഡിലാണോ പോകുന്നത്. ഇപ്പം അത് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ ഇവിടെ വേണ്ട, കാരണം നമ്മളിവിടെ ലോങ് കോളും ലോങ് പുട്ടുമാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ മേലോട്ട് പോയാലും താഴോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റാണ്. പക്ഷേ അതൊരു ഷാർപ്പ് മൂവ് തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തു, ആ സമയത്ത് ഈ പറയുന്ന പുട്ട് ഓപ്ഷൻ്റെ വില 50യും കോൾ ഓപ്ഷൻ്റെ വില എന്ന് പറയുന്നത് 50. അപ്പോൾ ടോട്ടൽ എൻ്റെ നെറ്റ് പ്രീമിയം പെയ്ഡ് എന്ന് പറയുന്നത് 100. അപ്പം ആ നിഫ്റ്റി ആ ദിവസം 100 പോയിൻറ്റ് മൂവ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു 100 റുപ്പീസ് അവിടെ പെയ്ഡ് ചെയ്തു. 100ൽ നിന്ന് ഒരു 150യോ അല്ലെങ്കിൽ 200 എബോ പോയാൽ മാത്രമേ നമുക്കിത് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ പറയുന്നത്, ഇവിടെ ബിഗ് മൂവ് ആയിരിക്കണം ഏത് സൈഡിലാണെങ്കിലും പോകുമ്പോൾ വേണ്ടത്. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് ഡിറക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബഡ്ജറ്റ് ടൈമിലൊക്കെയാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ, ഇന്ത്യയുടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ചില സമയത്തൊക്കെ പോസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റൊക്കെ നന്നായിട്ട് കയറും. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്നത് ലോങ് കോളൊക്കെ നല്ല ഒരു പ്രോഫിറ്റ് തന്നെ കിട്ടുന്നതാണ്. റിസ്ക് എന്ന് പറയുന്നത് ലിമിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെയും കോളിൻ്റെയും പ്രീമിയമാണ്, നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ് ഇവിടെ നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റഡ് ലോസാണ്. ഹൈ പ്രോഫിറ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഈ ലാർജ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ ചില ദിവസങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ടുകൊണ്ട് ഒരു 50 പോയിൻറ്റ്സ് കയറിയാൽ അതുപോലെ 50 പോയിൻറ്റ്സ് ഇറങ്ങും. ഒരു സ്ലൈറ്റ്ലി മൂവ്മെൻറ്റ് മാർക്കറ്റ് കണ്ടുണ്ട്, ആ ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു, ഒരു 2 PM ഒരു 1 PM ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല മാർക്കറ്റ് കയറി. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ ലോങ് സ്ട്രാഡൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം, ഈ പറഞ്ഞ പോലെ ബയേഴ്സിൻ്റെ ഒരു എനിമി തന്നെയാണ് തീറ്റ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു കോൾ ഓപ്ഷനോ ഒരു പുട്ട് ഓപ്ഷനോ വാങ്ങിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും ടൈം വാല്യൂ കാരണം ഈ പ്രീമിയംസ് കുറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ആണ്, തീറ്റ എന്ന് പറയുന്നതാണ്. പിന്നെ ഈ പറയുന്നത് ഹൈ വോളറ്റൈൽ മാർക്കറ്റൊക്കെ ആകുമ്പോൾ ചില ടൈമിൽ മാർക്കറ്റ് രാവിലെ തന്നെ ഒരു 20-200 പോയിൻ്റൊക്കെ കയറാറുണ്ട്. ആ ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പം അത് ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്. കാരണം ആദ്യമേ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ നല്ല ഹൈ വോളറ്റൈൽ കയറുമ്പോൾ ഈ ATM സ്ട്രൈക്കൊക്കെ ടു എക്സ്പെൻസീവ് ആകും. അപ്പം നമ്മൾ അങ്ങനെ എക്സ്പെൻസീവായിട്ട് ആദ്യം ഒരു 50 രൂപയ്ക്ക് പുട്ടും കോളും വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നമ്മൾ ചിലപ്പോൾ 200-250 രൂപയ്ക്കും പുട്ടും കോളും വാങ്ങേണ്ടി വരും. അപ്പോൾ ഒരു 500 ആയിരിക്കും നമ്മൾ ലിമിറ്റഡ് റിസ്ക്. അപ്പോൾ ആ ഒരു നിഫ്റ്റി 500 പോയിൻറ്റ്സ് എബോ കയറിയാൽ നമുക്ക് പിന്നെ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ലോങ് സ്ട്രാഡൽ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് സ്ലൈറ്റ്ലി മൂവ് ഒക്കെ ആണെങ്കിലും ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ലോങ് സ്ട്രാഡൽ എടുക്കാനായിട്ട്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. കാരണം ലോങ് സ്ട്രാഡിൽ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ലോ ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓവറോൾ മാർക്കറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു 75% അടുത്തോളം മാർക്കറ്റ് ഒരിക്കലും നല്ല വോളറ്റിലേറ്റിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 75% അടുത്തോളം മാർക്കറ്റ് എപ്പോഴും ഒരു ചെറിയ മൂവ്മെൻറ്റിലേ പോവുള്ളൂ. പിന്നെയും കൂടുതൽ പോകുന്നത് ഇതുപോലെ എന്തെങ്കിലും, ഇപ്പോൾ ഈ വാറൻ്റെ ഇന്നലെ ഒരു പീസ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് വരെ മാത്രമേ വോളറ്റൈലായിട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 75% അടുത്തോളം മാർക്കറ്റ് ഒരു സ്ലൈറ്റ് മൂവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ലോങ് സ്ട്രാഡിൽ വളരെ കുറവാണെന്ന് പറയുന്നത്.
ഇനി ഞാൻ കാണിക്കുന്നത് ഒരു റിയൽ ട്രേഡാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്. അതായത് മെയ് 29 ഞാൻ എടുത്ത ഈ ഒരു ട്രേഡ് 10 മണിക്കാണ് എടുത്തത്. അന്നേരം സ്പോട്ട് വന്നിട്ട് 23,945 ആയിരുന്നു ഞാൻ എടുത്ത സമയത്ത്. ഞാൻ എടുത്ത ട്രേഡിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ ജൂൺ 9 ആയിരുന്നു. അപ്പോൾ സ്പോട്ട് 23,940 ആയതുകൊണ്ട് തന്നെ അന്നേരത്തെ ATM ആ സ്പോട്ടിൽ നിൽക്കുന്നതാണ് നമ്മുടെ ATM സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്ത ATM സ്ട്രൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ സെയിം സ്ട്രൈക്കാണ്. 23,900 പുട്ടും 23,900 കോളും. പുട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 178.9ഉം കോളിൻ്റെ എന്ന് പറഞ്ഞാൽ 284.9 അപ്പോൾ നമ്മൾ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 463 കിട്ടും. അതാണ് നമ്മൾ ടോട്ടൽ ഡെബിറ്റ്. അതേ ഇൻറ്റു ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 65 ആണ്. അപ്പോൾ അതേ ഇൻറ്റു ഈ 462 ഇൻറ്റു 65 കൊടുക്കുമ്പോൾ 30,147 ആണ് എനിക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് ഉണ്ടാവുന്ന മാക്സിമം ലോസ്. അതിനപ്പുറം ഒരു ലോസ് എനിക്ക് ഉണ്ടാവത്തില്ല. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാണ്. കാരണം നമ്മളിവിടെ ബൈ ആണ് ചെയ്യുന്നത്, പുട്ടും കോളും ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 30,147 ആണ്. ഇതിലെങ്ങനെയാണ് BEP കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ഇവൻ പോയിൻറ്റ്? പുട്ടിലാണെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിൻറ്റ് നമുക്കറിയാം. പുട്ടിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ സ്ട്രൈക്ക് 23,900 കൂടെ നമുക്ക് ഈ രണ്ട് സ്ട്രൈക്കിൻ്റെ ടോട്ടൽ അതായത് 463 കുറയ്ക്കുക. ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പം ഈ 23,437 താഴെ നിഫ്റ്റി ഇറങ്ങിയാൽ നമുക്ക് പുട്ടിൻ്റെ സൈഡ് പ്രീമിയം കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം കോളിലാണെങ്കിലും ഇപ്പം സബ്ട്രാക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആഡ് ചെയ്യുക. 23,900 കൂടെ 462 കൂട്ടുക. ആ ഒരു പോയിന്റ് കൂടുമ്പോഴാണ് 436 കിട്ടുന്നത്. ആ ഒരു പോയിന്റ് നിഫ്റ്റി കട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ഈ ഓവറോൾ ഈ ഒരു സ്ട്രാറ്റജിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബൈ ചെയ്ത പുട്ടും ഇതാണ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. സെല്ല് ചെയ്ത ഞാൻ ക്ലോസ് ചെയ്ത സ്പോട്ട് വന്നിട്ട് 23,157 ഞാൻ വാങ്ങിയത് 23,950. അപ്പം മാർക്കറ്റ് കയറിയിരിക്കുവാണ്. അറൗണ്ട് ഒരു 700 പോയിൻറ്റ്സ് അടുപ്പിച്ചോളം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി എനിക്ക് പുട്ടിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തത് ജൂൺ 8 എൻ്റെ എക്സ്പയറി വന്നിട്ട് ജൂൺ 9 പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ക്ലോസ് ചെയ്തത് ഞാൻ വാങ്ങിയ പുട്ട് 178 സെല്ല് ചെയ്തത് 697. അപ്പോൾ അവിടെ ഉണ്ടായൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയത് 33,699. കോൾ സൈഡിലാണെങ്കിൽ ഈ മാർക്കറ്റ് ഇറങ്ങിയതുകൊണ്ട് തന്നെ എൻ്റെ പ്രീമിയം കുറയും. പക്ഷേ അവിടെ ആ പ്രീമിയം കുറഞ്ഞാലും ആ ലോസ് ലിമിറ്റഡാണ്. അപ്പോൾ 284 വാങ്ങിയ സാധനം ഞാൻ 4 രൂപയ്ക്കാണ് വിറ്റ്. അപ്പോൾ അവിടെ ഉണ്ടായ ലോസ് എന്നാൽ കുറവാണ് മറ്റേനെ കമ്പയർ ചെയ്ത്. 18,258. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പിയാൻറ്റൽ എന്ന് പറയുന്നത് 15,440 ആണ് എൻ്റെ ഓവറോൾ പിയാൻറ്റൽ. ഇത് ഞാൻ എടുത്ത ട്രേഡാണ്, റിയൽ ട്രേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ റിയൽ ട്രേഡ് എടുത്ത് കാണിക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതാണ് ലോങ് സ്റ്റാറിൽ ഞാൻ എടുത്ത ഒരു ട്രേഡ്. ഇത് ഞാനൊരു ഡെമോയാണ് കാണിക്കുന്നത്, വിസിബിൾ അല്ല എന്നറിയാം, എങ്കിലും ഞാൻ ഫിഗേഴ്സ് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇന്നലെ നിഫ്റ്റി നിൽക്കുന്നത് 23,200 അപ്പം സ്പോട്ട് എന്ന് പറയുന്നത് എടുക്കുന്ന ATM കോളും പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും 23,300 എടുക്കണം. അതായത് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുകയും ചെയ്തു, ഈ പുട്ട് ഓപ്ഷൻ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയും ചെയ്തു. ഇപ്പുറ സൈഡിൽ വരുമ്പോൾ ഒരു പുട്ട് ഓപ്ഷനും വാങ്ങിച്ചു. 23,300 ഞാൻ വാങ്ങിയത്. ഈ സൈഡ് കോളും ഈ സൈഡ് പുട്ടുമാണ്. അപ്പോൾ പുട്ട് ഓപ്ഷനും ഞാൻ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇങ്ങനെയാണ് ലോങ് സ്റ്റാർഡിലെ ഗ്രാഫ് വരുന്നത്. ഈ ഒരു മിഡിൽ പോർഷനാണ് ലോസ്. അതായത് നമ്മൾ എത്രയാണ് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ പ്രീമിയം കൊടുത്തത്, ആ ഒരു ലോസ് എന്ന് പറയുന്നത് ഈ ഒരു മിഡിലാണ് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ ഈ BEP കട്ട് ചെയ്താൽ മാത്രമേ ഇതിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. മേലോട്ടാണെങ്കിൽ അങ്ങനെ, പുട്ട് ഓപ്ഷൻ്റെ സൈഡിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഒരു റേഞ്ച് പോയാൽ മാത്രമേ നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ആ ഒരു ഗ്രാഫ് വരുന്നത്. ഈ മിഡിൽ പോർഷനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ BEPയുടെ അകത്ത് നിൽക്കുന്ന ഒരു പോർഷൻ, ഈ റെഡ് പോർഷനാണ്. ഇതിനകത്ത് നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. ഈ അപ്പർ BEP എന്ന് പറയുന്നത് ഇതാണ്, അതായത് കോളിൻ്റെ BEP, അപ്പർ സൈഡ് എന്ന് പറയുന്നത് പുട്ടിൻ്റെ. ഈ ഒരു രണ്ട് ബ്രേക്ക് ഈവൻ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഈ സൈഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. താങ്ക് യു സോ ഫാർ. വി ഹാവ് ഡിസ്കസ് അബൌട്ട് ലോങ് സ്റ്റാങ്കിൾ. Now we discussed about the opposite side, which is short straddle. So I am welcome Mrs. Adira to continue the presentation. അടുത്തെന്ന് പറയുന്നത് ഷോർട്ട് സ്ട്രാഡിലാണ്. ഈ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം അണ്ടർലൈങ് അസറ്റ്. ഇപ്പോൾ നമ്മൾ Nifty 50 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും നമ്മൾ സെല്ല് ചെയ്യുന്നു.
അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് സ്ട്രാറ്റജിയാണ്. ബിക്കോസ് നമ്മൾ സെല് ചെയ്യുകയോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് തന്നെ ആ പ്രീമിയം നമുക്ക് കിട്ടുകയോ ചെയ്യുന്നത്. ആ പ്രീമിയം ആയിരിക്കും നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്നും പറയുന്നത്. ഇപ്പം നമുക്ക് ഷോർട്ട് സ്റ്റാർട്ടിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഈ ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്മാൾ റേഞ്ചിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ. അതായത് ഇപ്പം ലോങ് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത് നല്ലൊരു ബിഗ് മൂവ് വേണമെങ്കിൽ ഷോർട്ട് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത് ആ ഇൻഡെക്സ് ആ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യണം, അപ്പോഴേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് സ്മാൾ റേഞ്ചിൽ നമ്മുടെ നിഫ്റ്റി നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈസ് സൈഡ് വേസ്. സെയിം പറഞ്ഞ പോലെ ബിഗ് മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ സാധാ പോലെ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിൽ എടുക്കുന്നത്. പിന്നെ വേറൊരു ടൈം എന്ന് പറയുന്നത് ഒരു ഗുഡ് ടൈമായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മാർക്കറ്റ് മീഡിയം ടു ഹൈ വോളറ്റിലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റ് ഡൗൺഫോൾ ആയിട്ട് വരും എന്ന്. ഈ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിൽ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മീഡിയം ടു ഹൈ വോളറ്റൈലിൽ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഹയർ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ സെല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയും പ്രീമിയത്തിൻ്റെ അപ്ഫ്രണ്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമിൽ ഷോർട്ട് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഷോർട്ട് സ്റ്റാർട്ടിലും അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിലവിടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റെഗുലർ ഇൻകം ആയിരിക്കും. അതായത് നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എത്രയാണോ അതായിരിക്കും നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ ബിഗ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യേ വേണ്ട. ഇപ്പോൾ രാജശ്രീ പറഞ്ഞ പോലെ തന്നെ 75% നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് വേ മാർക്കറ്റ് ആയിരിക്കും. പിന്നെ ഇതുപോലെ ബിഗ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ്സോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ വാറിൻ്റെ കേസൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലാത്ത ടൈമിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഷോർട്ട് സ്റ്റാർട്ട്. സോ രണ്ടാമത്തെന്ന് പറയുന്നത് ഇതാണ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ടൈം ഡീക്കേ. നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എക്സ്പയറി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഉണ്ട്. എക്സ്പയറിയോട്ട് അടുക്കുമ്പം എന്തായാലും നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൽ നല്ലൊരു ലോസ് വരും. അതുകൊണ്ട് തന്നെ ഷോർട്ട് സ്റ്റാർട്ടിൽ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഗുഡായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെയെന്ന് പറയുന്നത് വോളറ്റാലിറ്റി ഫോൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡയറക്ഷൻസ് പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. റൈസിങ് ആണോ ഫോളിങ് ആണോ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരേ കാര്യമില്ല. ഒൺലി മാറ്റർ ചെയ്യുന്നത് റേഞ്ച് സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ഏതൊരു ATM സ്ട്രൈക്കിലാണോ എടുക്കുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്താൽ മാത്രം മതി. പിന്നെയെന്ന് പറയുന്നത് ലോങ് സ്റ്റാർട്ടിലിനെക്കാട്ടിയും ഷോർട്ട് സ്റ്റാർട്ടിലാണ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഹയർ. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ലോങ് സ്റ്റാർട്ടിൽ നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് വേണം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ. എന്നാൽ ഷോർട്ട് സ്റ്റാർട്ടിൽ ആ ഒരു ചെറിയൊരു റേഞ്ചിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരാണ് ടൈം ഡീക്കേയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസ്ക് ആണ്. ബിക്കോസ് നമ്മൾ രണ്ടും സെല്ലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് റിസ്ക് ആണ് ഈ ട്രേഡിൽ നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് ഹെഡ്ജിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇനി വരുന്ന സ്ലൈഡിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും റിസ്ക് മാനേജ്മെൻറ്റും ആവശ്യമുള്ള ഒരു ട്രേഡാണ് ഷോർട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുക ഷോർട്ട് സ്റ്റാർട്ടിൽ, പെട്ടെന്നൊരു പ്രതീക്ഷിക്കാതെ നമുക്കൊരു സഡൻ ആയിട്ടുള്ളൊരു ഇവൻറ്റോ എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും ഉണ്ടായി മാർക്കറ്റ് നന്നായിട്ട് ഡൗൺഫോളോ അപ്പ് മൂവോ ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ ലോസ് ഉണ്ടാകും ഈ ട്രേഡിൽ നിന്ന്. അതുപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡ്, വൺ ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് ട്രെൻഡ് വന്നാലും നമുക്ക് ഹ്യൂജ് ലോസ് ഇതിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ ഒബ്വിയസ്ലി സെല്ലിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ മാർജിൻ റിക്വയർഡ് ആണ് ഈ ഷോർട്ട് സ്റ്റാർട്ടിൽ. ഇത് ഞാൻ എടുത്തൊരു റിയൽ ട്രേഡാണ്. ഞാൻ എടുത്തത് ജൂൺ 3 ഒരു 10-11 ആ ഒരു ടൈമിൽ സ്പോട്ട് എന്ന് പറയുന്നത് 23,251 നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ എടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് ജൂൺ 16 ഞാൻ എടുത്ത ഷോർട്ട് പുട്ട് 23,200 പുട്ടും 23,200 കോളും ATM സ്ട്രൈക്കാണ് എടുത്തത്. അപ്പോൾ പുട്ട് ട്രേഡ് ചെയ്യുന്നത് 223 രൂപയ്ക്കും കോള് ട്രേഡ് ചെയ്യുന്നത് 351.9 രൂപയ്ക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് ഒരു 574 രൂപയായിരുന്നു രണ്ടിനും കൂടി. ഞാൻ എടുത്തത് 1 ലോട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടുന്നത് 37,368.5 രൂപ. അപ്പോൾ എനിക്ക് ഈ ഓവറോൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കിട്ടിയ പ്രീമിയം ആയിരിക്കും. മാക്സിമം ലോസ് അൺലിമിറ്റഡ് ആണ്. ഇനി BP എന്ന് പറയുന്നത് ലോങ് സ്റ്റാർട്ടിലെ പോലെ സെയിം ആണ്. BP 22,626 23,774.
ഷോർട്ട് പുട്ടിൻ്റെ കൂടെ നമ്മൾ ആ പ്രീമിയം മൈനസ് ചെയ്യുന്നു, ഷോർട്ട് കോളിൻ്റെ കൂടെ ആ പ്രീമിയം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ബി പി കിട്ടും. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ബി പിയുടെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുമ്പോഴാണ്. ലോങ് സ്റ്റാഡിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ. പക്ഷേ ഷോർട്ട് സ്റ്റാഡിൽ ഈ രണ്ട് റേഞ്ചിൻ്റെയും ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രേഡിന് എനിക്കായിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് 2.24 ലാക്ക് ആയിരുന്നു. ഇതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഞാൻ 1 ലോട്ടേ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ജൂൺ 3 എക്സിക്യൂട്ട് ചെയ്തതാണ്. ഞാൻ ക്ലോസ് ചെയ്തത് ജൂൺ 11 ജൂൺ 11 ആയപ്പം പിന്നെ നമ്മുടെ സ്പോട്ട് കറങ്ങി 23,145 ആ ഒരു റേഞ്ചിൽ വന്നു. ആ ടൈമിൽ പുട്ടിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഡിക്രീസ് ഉണ്ടായി, 168.1 റുപ്പീസായി. അതുപോലെ കോളിൻ്റെ പ്രീമിയം ഞാൻ 351 രൂപയ്ക്കാണ് എടുത്തത്, അതിൽ നല്ലൊരു ഡിക്രീസ് ഉണ്ടായി, 127.45 രൂപ. അപ്പോൾ പുട്ടിൻ്റെ സ്ഥാനത്ത് എനിക്ക് 3,568 രൂപ എനിക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടി. കോളിൻ്റെ കേസിൽ 14,589 രൂപ കിട്ടി. അങ്ങനെ ടോട്ടൽ ആ ട്രേഡിൽ എനിക്ക് 18,157.75 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ നമ്മളൊരു 50% ഓഫ് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ കവർ ചെയ്തു ഈ ഷോർട്ട് സ്റ്റാഡിൽ. ഇതായിരുന്നു ഞാൻ എടുത്ത ട്രേഡ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസ്ക് ആണല്ലേ, അത് നമുക്ക് ഹെഡ്ജിങ് ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കാം. അത് ഞാൻ ഇനി കാണിച്ചു തരാം. ഇതൊരു ഡെമോ ആണ് നമ്മൾ ഷോർട്ട് സ്റ്റാഡിൽ എടുക്കുന്നത്. ഈ ടൈമിൽ നമ്മുടെ മാർക്കറ്റ് 23,534 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ 23,500ൻ്റെ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അതുപോലെ തന്നെ 23,500ൻ്റെ പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഗ്രാഫ് വരുന്നത് ആ നടുക്ക് മാർക്കറ്റ് ആ ഒരു റേഞ്ച് നിൽക്കുമ്പം നമുക്ക് പ്രോഫിറ്റും, ഈ ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ് കട്ട് ചെയ്ത് താഴോട്ട് മാർക്കറ്റ് എത്ര ഇറങ്ങിയാലും കയറിയാലും നമുക്ക് ലോസാണ്. അതും അൺലിമിറ്റഡ് ലോസാണ്. ആ ലോസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാർക്കറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ലോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, അൺലിമിറ്റഡ് റിസ്ക് ആണ്. അപ്പോൾ നമുക്കിതിനെ ഇനി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇനി ഹൗ ടു റെഡ്യൂസ് റിസ്ക് ഇൻ ഷോർട്ട് സ്റ്റാഡിൽ, ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ബോത്ത് സൈഡിലും ഹെഡ്ജസ് എടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു ലോങ് പുട്ടും ലോങ് കോളും ബൈ ചെയ്യുക. അപ്പം നമുക്ക് അവിടെ നമുക്ക് റിസ്ക് ലിമിറ്റഡ് ആക്കാൻ പറ്റും, ലോസും ലിമിറ്റഡ് ആക്കാൻ പറ്റും. ഇനി രണ്ടാമത് വേറൊരു പോയിന്റ്, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ ഉള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഡൗണിലോ ഗ്യാപ്പ് അപ്പിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ലോസ് ഉണ്ടാകും ഈ ട്രേഡിൽ നിന്ന്. പിന്നെ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡറൊക്കെ ചെയ്യുവാണെങ്കിൽ റോളിംഗ് ഓവർ ടു നെക്സ്റ്റ് എക്സ്പയറിയോ അല്ലെങ്കിൽ പുതിയ സ്പോട്ട് എടുത്തിട്ട് വേറൊരു സ്ട്രാഡിൽ എടുക്കുകയോ അതിൽ നിന്ന് പിന്നെയും ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഉള്ള ഹെഡ്ജസിൻ്റെ കേസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഇപ്പം ഞാനിത് നേരത്തെ ഡെമോ കാണിച്ച 23,500 പുട്ടിൻ്റെയും കോളിൻ്റെ സ്ട്രാഡിലാണ്. ഇതിൽ ഹെഡ്ജ് വരുമ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിത് ഹെഡ്ജ് എടുക്കുന്നത് സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു 500 പോയിൻറ്റ്സിലുള്ള ലോങ് പുട്ടും ലോങ് കോളും വാങ്ങിക്കാൻ പോവുകയാണ്. അതായത് സ്പോട്ട് 23,500 നിന്ന് 500 പോയിൻ്റ് അപ്പിലുള്ള ഒരു പുട്ട് വാങ്ങിക്കുക. അതായത് 23,000 പുട്ട് ഞാൻ മേടിക്കുന്നു. അതുപോലെ തന്നെ കോളിലും താഴോട്ട് 500 ഡിസ്റ്റൻസിൽ 24,000 കോളും ഞാൻ വാങ്ങിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് നോക്കാം, നമ്മുടെ റിസ്ക് ലിമിറ്റഡ് ആയെന്ന് നോക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ ഗ്രാഫ്. കണ്ടോ, ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കറ്റ് ഇറങ്ങിയാലും എത്ര മാർക്കറ്റ് കയറിയാലും നമ്മുടെ ലോസ് അവിടെ ലിമിറ്റഡായി. എന്നാൽ മറ്റേ കേസിൽ നേരെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹെഡ്ജസ് വന്നതുകൊണ്ട് നമുക്ക് ആ ലോസ് ലിമിറ്റഡായി. ഇതാണ് നമുക്ക് ഹെഡ്ജിങ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തത് ആ ഷോർട്ട് സ്റ്റാഡിൽ എന്ന് പറയുന്നത് 23,500 പുട്ടും 23,500 കോള് വരുന്നു. 500 ഡിസ്റ്റൻസിലായിരുന്നു. ഞാൻ 23,000 പുട്ടും ബൈ ചെയ്തു, 24,000 കോളും ബൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസ് നമ്മുടെ ലിമിറ്റഡായി. ഈ ഒരു ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് 20,700 മാക്സിമം ലോസ് 11,700
800 രൂപയും ആയി. എന്നാൽ ഈ ഹെഡ്ജസ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്കിതിലൊരു മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 30,000 അടുത്ത് എത്തിയേനെ. പക്ഷേ ഇവിടെ ഹെഡ്ജസ് കൂടി വന്നതുകൊണ്ട് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് കുറഞ്ഞു. അതൊരു പ്രശ്നമാണ്. പക്ഷേ മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോളായി. അപ്പോൾ ഇതൊരു സേഫർ സൈഡാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു 23,500 പുട്ടിൻ്റെയും കോളിൻ്റെയും ഷോർട്ട് സ്റ്റാർട്ടിൽ മാത്രം ഞാൻ എടുക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു 2.14 ലാക്കോളം മാർജിൻ വന്നേനെ. പക്ഷേ ഇവിടെ ഞാൻ ഈ ഹെഡ്ജസ് എടുത്തത് കൊണ്ട് ഈ ഒരു ഓവറോൾ ട്രേഡ് ഒരു ഏകദേശം ഒരു 1 ലാക്ക് മാർജിനോളെ വരുന്നുള്ളൂ. അപ്പം മാർജിന് നമുക്കവിടെ റിഡക്ഷൻ വന്നു, ബിക്കോസ് നമ്മൾ 2 ട്രേഡ് ബൈ ചെയ്തതുകൊണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഷോർട്ട് സ്റ്റാർട്ടിലിൻ്റെ ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് അൺലിമിറ്റഡ് റിസ്ക് അൺലിമിറ്റഡ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പുട്ടും കോളും ബൈ ചെയ്തതിലൂടെ നമ്മളതിപ്പോൾ ലിമിറ്റഡ് ആക്കി. അതുപോലെ നമുക്ക് നല്ലൊരു നോളജ് വെച്ചിട്ട് നമുക്ക് ഈ ട്രേഡിംഗ് ഒക്കെ നമ്മുടെ റിസ്ക് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.